ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപാസനം പ്രസാദപര മാതാവിന് പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ പേര് മാത്യു ശ്രീയേക്ക്. ഞാൻ ദുബായിൽ 15 വർഷമായിട്ട് ഫാമിലിയുമായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുകയായിരുന്നു. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തന്ന മറക്കാനാവാത്ത 2 അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2017 ഞങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നേതൃത്വം നൽകിയത് ഞാനാണ്. അപ്പോൾ ആ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു. 2 പേരെ ഞാൻ തന്നെ പാർട്ട്നേഴ്സായിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2023 ആയപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലം, കൊറോണ കാലത്തും അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് കമ്പനിക്ക് എല്ലാ വർക്കുകളും ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2023 ഞങ്ങൾക്ക് 2 നല്ല ഓർഡറുകൾ കിട്ടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 പാർട്ട്നേഴ്സ് എന്നോട് പറഞ്ഞു, ഇനി നമ്മൾ കുറച്ചുകൂടെ കമ്പനി ഒരു സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അധികാരങ്ങൾ അതോറിറ്റീസൊക്കെ കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമ്മൾ കമ്പനി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അതോറിറ്റീസ് കുറച്ച് വികേന്ദ്രീകരണം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് പ്രോജക്റ്റ് റിലേറ്റഡ് വർക്കുകൾ തന്നെ ചെയ്യുന്ന കാരണം ഞാനൊരു പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ഞാനത് ഇമെയിലിലൂടെ അവർ എന്നോട് ചോദിച്ചു, ഞാനത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ 2023 ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോൾ അവർ ഒരു ബോർഡ് മീറ്റിംഗ് എന്നും പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു. അപ്പോൾ നമ്മൾ കമ്പനി എല്ലാ UAE ലോ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും കമ്പനി UAE ലോസിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതലായിട്ടുള്ള അവഗാഹമില്ല. നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഫീൽഡാണ്. പക്ഷേ ഇവർ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചപ്പോൾ എനിക്കതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇത് നമ്മളിനി കൂടുതൽ ഫോർമലൈസ് ചെയ്യുകയാണ്, ഒരു ഫോർമൽ രീതിയിലേക്ക് കമ്പനി മാറുകയാണ്. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മെയിലിനകത്ത് ഒരു എലമെൻറ്റ് പറഞ്ഞിരുന്നത് ഇത് മാനേജർ പൊസിഷൻ മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ മാനേജർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അയാളാണ് കമ്പനിയുടെ എല്ലാ അതോറിറ്റിയും ഡിസൈഡ് ചെയ്യുന്നത്. കമ്പനിയുള്ള എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാനും അവരുടെ സാലറി ഡിസൈഡ് ചെയ്യാനും A to Z ഒരു കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് കമ്പനിയുടെ മാനേജറാണ്. അപ്പോൾ ഈ പൊസിഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അവർ അതിനകത്തൊരു അജണ്ട പോയിൻ്റ് വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു നേരായ രീതിയിലല്ല, അല്ലെങ്കിൽ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവരിത് ചെയ്യുന്നതെന്ന് തോന്നി. ഞാനതിനെ എതിർത്തു. അപ്പോൾ ഈ എതിർപ്പ്, ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള എതിർപ്പ് ഒരു നിയമപ്രദർശനത്തിലേക്ക് പിന്നെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഇവർ അവിടുത്തെ അതോറിറ്റീനെ സമീപിക്കുന്നു. അപ്പോൾ ഈ അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എക്സാക്ട്ലി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നില്ല ആ ഡോക്യുമെൻറ്റിൽ അതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി, എന്നെ ഇവർക്ക് നീക്കം ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, നമ്മുടെ എല്ലാ അതോറിറ്റിയിലും തുടങ്ങിയതാണ്. പക്ഷേ ഇവർ ആ ഒരു ലോസിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ അതോറിറ്റീനെ സമീപിച്ച് നമ്മളെ മാറ്റുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നമുക്ക് നഷ്ടമായി. ഇങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നഷ്ടമായെങ്കിലും നമ്മളവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ കമ്പനിയുടെ ഭരണം അത് പിടിച്ചെടുത്തു. അപ്പം കമ്പനി പിന്നെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ആ സമയത്ത് ഒരു 2023 ജൂണൊക്കെ ആയപ്പോഴത്തേക്കും അവർ മാനേജർ സ്ഥാനം മാറ്റി. ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്ക് എൻ്റെ വിസ എക്സ്പയർ ചെയ്യാവുന്ന സമയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതുക്കി തരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കാരണം അവർ അത് പുതുക്കാതെ വെച്ച് താമസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മാസം കൂടെ അങ്ങനെ താമസിച്ച് കഴിഞ്ഞാൽ ഈ വിസ എക്സ്പയർ ആയി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ കമ്പനി അവർക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാം, നമ്മളൊരു ഷെയർ ഹോൾഡർ മാത്രമായിട്ട് നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മളറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദുബായിൽ ഞാൻ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു സഹോദരൻ എനിക്ക് ഈ കൃപാസനം മാതാവിൻ്റെ ഒരു കാർഡ് തന്നു. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതൊരു തവണ വായിച്ചു. അതിനെ നിയോഗം പറയുക എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ നിയോഗം പറഞ്ഞു. അപ്പോൾ അന്ന് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള നിയോഗം. അപ്പോൾ സെപ്റ്റംബർ 25 എൻ്റെ വിസ എക്സ്പയർ ആകും. അപ്പോൾ ഒരു സെപ്റ്റംബർ ആദ്യ വാരമാണ് എനിക്ക് ഈ കാർഡ് കിട്ടുന്നതും ഇത് വയ്ക്കുന്നതും. സെപ്റ്റംബർ 23 ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, ഇവർ എന്തായാലും ഇത് തരില്ല, അപ്പം നമുക്കെന്ത് ചെയ്യാം, ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഗോൾഡൻ വിസ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UAE. എങ്കിലും ഞാൻ 23 2 ദിവസം മാത്രമേ മുന്നിലുള്ളൂ, ഞാൻ വിസ അപ്ലൈ ചെയ്തു. 24 ആയപ്പോൾ 24 രാവിലെയാണ് ഇത് ഫയൽ ചെയ്തത്. ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ ഫയൽ ചെയ്യുന്ന ലേഡി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇത് ഒരു പ്രശ്നമുണ്ട്,
ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കേണ്ടടുത്ത് 2 മാസത്തെ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നില്ല. അതിൽ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മിക്കവാറും ഇത് റിജക്റ്റ് ആവും. തന്നെയല്ല 25-ാം തീയതി നാളെ വിസ എക്സ്പയറി ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫീസ് നഷ്ടപ്പെടും. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ പുതുക്കി തരില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കൃപാസനത്തെ പറ്റി ഈ ഒരു കാർഡ് കിട്ടിയതും ഈ നിയോഗം പറഞ്ഞതും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്ഭുതം എന്ന് പറയട്ടെ, 24-ാം തീയതി ഫയൽ ചെയ്തു. 24-ാം തീയതി വൈകുന്നേരമായപ്പോഴേ എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. 24-ാം തീയതി സൺഡേ ആണ്. സൺഡേ ഞാൻ മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് യുവർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ്. പക്ഷേ 25-ാം തീയതി രാവിലെ ഞാൻ 24-ാം തീയതി തന്നെ തിരിച്ചു ചെന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം എൻ്റെ വേറെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ആ അറബി ലേഡി എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ തന്നെ റീസബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു.